ജപ്പാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചു. നിലവിലുള്ള വില നിലവാരത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്ത ഉൽപാദനം GDP 4.187 ലക്ഷം കോടി ഡോളറായി ഉയർന്നതാണ് നേട്ടമായത്. ജപ്പാന്റെ ഇപ്പോഴത്തെ GDPയുടെ മൂല്യം 4.186 ലക്ഷം കോടി ഡോളറാണ്. നേരിയ വ്യത്യാസത്തിലാണ് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക മേഖലയായി മാറിയത് എന്ന് രാജ്യത്തെ പ്രമുഖ ആസൂത്രണ ഏജൻസിയായ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BV സുബ്രഹ്മണ്യം പറഞ്ഞു. അമേരിക്ക, ചൈന, ജർമ്മനി എന്നിവയാണ് GDP മൂല്യത്തിൽ ഇന്ത്യയുടെ മുന്നിലുള്ളത്. അടുത്ത 2.5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നും സുബ്രഹ്മണ്യം കൂട്ടിച്ചേർത്തു. രാജ്യാന്തര നാണയ ഏജൻസിയുടെ കണക്കുകൾ അനുസരിച്ചാണ് ഇന്ത്യയുടെ GDP ജപ്പാനെ മറികടന്നത്. അതേസമയം പ്രതിയോഹരി GDPയിൽ ജപ്പാനേക്കാൾ ഏറെ പിന്നിലാണ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രതിയോഹരി GDP കേവലം $2,880, ജപ്പാന്റേത് $33,960. ഇന്ത്യയിലെ ജനസംഖ്യ വർധനയാണ് ആഭ്യന്തര മൊത്തം ഉൽപാദനം കൂടാൻ സഹായിച്ചത്. ജർമ്മനിയുടെ പ്രതിയോഹരി GDP $55,910. 2024 മൂന്നാമത്തെ തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് ഈ പ്രഖ്യാപനം നടന്നത്. ആഗോളതലത്തിലും സാമ്പത്തികമായും ഇന്ത്യക്ക് അനുകൂലമായ അന്തരീക്ഷമാണിതെന്നും ഇന്ന് നമ്മൾ $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. നിലവിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ പോലും IMF മുതൽ ലോകബാങ്ക് വരെയുള്ള എല്ലാവരും ഇന്ത്യയുടെ വളർച്ച 6% കൂടുതലായിരിക്കുമെന്ന് അനുമാനിക്കുന്നുണ്ട്. അടുത്ത 30 മുതൽ 36 മാസത്തിനുള്ളിൽ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വിപണികളിലൊന്നാണ് ഇന്ത്യ എന്നതാണ് വളർച്ചയ്ക്ക് സഹായകരമായ ഘടകം. വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. മാനവഭവശേഷി തന്നെയാണ് ഇതിൽ പ്രധാനം. മാത്രമല്ല, ഉൽപാദന രംഗത്ത് കൈവരിക്കുന്ന നേട്ടവും എടുത്തു പറയേണ്ടതാണ്. ലോകത്തെ വൻകിട കമ്പനികളും രാജ്യങ്ങളും ഇന്ത്യയുമായി അടുക്കുന്നതും ഈ വിപണി സാധ്യതകൾ കണ്ടിട്ടാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന ത്രൈമാസ കാലയളവിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്തം ഉൽപാദനത്തിലെ വളർച്ച 6.9% പ്രമുഖ രാജ്യാന്തര ഏജൻസികൾ പ്രവചിച്ചിരുന്നു. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ GDP വളർച്ച 6.2% കുറഞ്ഞിരുന്നു. ആഗോള മേഖലയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല മികച്ച വളർച്ചയാണ് നേരിടുന്നത് എന്നും വിദഗ്ധർ പറയുന്നു. ലോക സാമ്പത്തിക ശക്തികൾ. രാജ്യം GDP USA 30.51 ലക്ഷം, ചൈന 19.23 ലക്ഷം, ജർമ്മനി 4.74 ലക്ഷം, ഇന്ത്യ 4.187 ലക്ഷം, ജപ്പാൻ 4.186 ലക്ഷം, UK 3.84 ലക്ഷം, ഫ്രാൻസ് 3.21 ലക്ഷം, ഇറ്റലി 2.42 ലക്ഷം, കാനഡ 2.23 ലക്ഷം, ബ്രസീൽ 2.13 ലക്ഷം എന്നിങ്ങനെയാണ് രാജ്യങ്ങളും GDP വളർച്ചയും. ഇപ്പോഴത്തെ വളർച്ചാ നിരക്ക് തുടർന്നാൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ GDP ജർമ്മനിയേക്കാൾ കൂടുമെന്ന് രാജ്യാന്തര നാണയനിധി വ്യക്തമാക്കി. പ്രതിവർഷം 6% വളർച്ച ഈ ലക്ഷ്യം വേഗത്തിൽ നേടാനാകും. 140 കോടി ജനങ്ങളുടെ വലിയ സാമ്പത്തിക വിപണി, വ്യവസായിക സാമൂഹിക മേഖലയിലെ ഉണർവ്, വിദേശ നിക്ഷേപകരുടെ പണമൊഴുക്കിലെ വർധന, കാർഷിക ഗ്രാമീണ വിപണികളുടെ മികച്ച വളർച്ച എന്നിവയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.